ഹായ്, സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മുടെ ടോവിനോ തോമസിന്റെ സിനിമ ഫെബ്രുവരി 9 റിലീസ്. ട്രെയിലർ റിയാക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത്, ഒരു സിനിമയുടെ ടീസറോ ട്രെയിലറോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൻ്റെ അകത്ത് പലതരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് ആക്ച്വലി ഉണ്ടാവും. അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില വെളിവുകെട്ടവന്മാരുടെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം ഞാൻ അത് എടുത്തു പറയുന്നു എന്ന് മാത്രം. ഞാൻ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടിയും ആ സിനിമയുടെ ടീസർ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഈ വീഡിയോസ് കാണുന്ന സമയത്ത് അതിൻ്റെ കമൻസ് തപ്പുക, ജസ്റ്റ് വായിച്ചു നോക്കുക എന്ന് പറയുന്നൊരു പരിപാടി. ഏത് സിനിമയുടെ ആണെങ്കിലും, ഏത് നടൻ്റെ സിനിമയുടെ ആണെങ്കിലും, ആ സിനിമയുടെ ജസ്റ്റ് പോസ്റ്ററോ ടീസറോ ട്രെയിലറോ ഒക്കെ വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ താഴെ പോയിട്ട് ഇത്തരത്തിലുള്ള ഊള പരിപാടി കാണിക്കുന്ന കൊറ്റനാണന്മാർ ആക്ച്വലി ഉണ്ട്. ഇതിനു മുമ്പും പല തവണകളായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്ന ആളുകളെ നമ്മൾ പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എടുത്തു നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇന്നിപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് പറയാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് പൊക്കിക്കൊണ്ട് വന്നു എന്ന് മാത്രം. മനീഷ് കുമാർ എന്നൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അത് ഫേക്ക് ഐഡിയ ആയിരിക്കും അല്ലേ? അല്ല, പൊതുവേ ഇത്തരത്തിലുള്ള ഉച്ചാളിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളൊക്കെ സ്വന്തം ഐഡൻറ്റിറ്റി ഒന്നും ഇല്ലാതെ, മുഖമൊന്നും കാണിക്കാതെ ആണല്ലോ പ്രത്യക്ഷപ്പെടാറുള്ളത്. അതിനെ നമ്മൾ പറയാറുള്ളത് ഒളിഞ്ഞിരുന്ന് ചന്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഒളിഞ്ഞിരുന്ന് ചന്തി കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ വെറും അപ്പിക്കണ്ടികളായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ മനീഷ് കുമാർ എന്ന പേരുള്ള ആളുകൾക്ക് കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സീരിയസ്ലി, ഇത്തരത്തിലുള്ള ഊച്ചാളിത്തരം കാണിക്കുന്ന അത് ഏത് പേരിലുള്ള കൊറ്റനാണന്മാരാണെങ്കിലും അവർക്ക് കൊണ്ടാൽ മതി, അവർക്ക് കൊള്ളണം. എന്തൊക്കെയാണ് ഇട്ടിരിക്കണത്? വേസ്റ്റ് പടം, പൊട്ടപ്പടം, വെരി ബാഡ് മൂവി, വെവ്വേറെ കമൻറ്റുകളായിട്ടാണ് കേട്ടോ ആള് ഇട്ടിരിക്കണത്. മൂപ്പര് പടമൊക്കെ സ്വപ്നത്തിൽ കണ്ടിരിക്കണു. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടിട്ട് മൂപ്പർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തന്നെ മൂപ്പര് എന്ത് ചെയ്തു? ടീസർ ഇറങ്ങിയ സമയത്ത് ടീസർ അങ്ങ് കണ്ടിട്ട് അതിൻ്റെ താഴെ തന്നെ പോയിട്ട് റിവ്യൂ ഇട്ടു. ഒരു ടീസറിൻ്റെ ഒക്കെ താഴെ പോയിട്ട് പൊട്ടപ്പടം, വെരി ബാഡ് മൂവി, വേസ്റ്റ് മൂവി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ റേഞ്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാനൊരു സിനിമാ പ്രാന്തനാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ കാണാതെ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങണതിന് മുമ്പേ ആ സിനിമയെ മോശമായിട്ടുള്ള തരത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കാണുന്ന സമയത്ത് വിഷമം ആക്ച്വലി തോന്നാറുണ്ട് എനിക്ക് പേഴ്സണലി. ഇതുപോലെയൊക്കെ കമൻ്റ് ഇടുന്ന കുറേ വേട്ടവളിയന്മാരൊക്കെ ആക്ച്വലി ഉണ്ടെന്നേ, എല്ലാത്തിൻ്റെ താഴെയുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടു എന്നുള്ളതിൻ്റെ പേരിൽ സിനിമയെ ഒന്നും ബാധിക്കില്ല, അത് വേറെ കാര്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുപോലെ ഉള്ളൊരു അപ്രോച്ച് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആളുകൾ കാണിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ തോന്നുന്നതിൻ്റെ പേരിൽ സംസാരിക്കുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി സംസാരിക്കുന്നു എന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ട്രെയിലർ കാണാം. കമോൺ വരെ എല്ലാവരും ഇയർഫോൺ വെച്ചോ. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് where was he or she killed എന്നുള്ളത്. എക്സാക്ട്ലി, യെസ്. ടോവിനോ എനിക്ക് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയാതെ പോയ 4-5 കേസുകളിൽ ഒന്നാണ്. വ്യക്തി അന്വേഷണത്തോട് യാതൊരു വിധത്തിൽ സഹകരിക്കരുന്ന പഞ്ചായത്തിന്റെ തീരുമാനം. എന്റെ കൊച്ചിനോട് ചെയ്തവൻ തന്നെ ശിക്ഷിക്കപ്പെടുന്നു. ആരും അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനോ ഒന്നുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല സേന. ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടണം. നിർത്തിയെടുത്തൊന്നും ഞാനിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാം അൺഒഫീഷ്യലി. സാറേ, ഞാൻ സാറിന്റെ കൊടുക്കട്ടെ. മ്യൂസിക്. ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസല്ല. ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അടിച്ചു ചേർക്കണം. സന്തോഷ് നാരായണൻ எப்படி இருக்கு இயர்ஃபோனை வச்சுட்டு கேட்கும்போ? பேக்ரவுண்டு இட்ஸ் நைஸ் ரைட்? അന്വേഷിപ്പിൻ കണ്ടെത്തും.
ഫെബ്രുവരി 9. ഇപ്പോൾ തൽക്കാലം അമിത പ്രതീക്ഷകളെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല. പടം ഇറങ്ങട്ടെ. ഡാർവിൻ കുര്യാക്കോസ് പുതുമുഖ സംവിധായകനാണ്. ട്രെയിലർ കണ്ടോർത്തോളം പ്രോമിസിംഗ് ആയിട്ട് തോന്നി. എന്തായാലും ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഡാർവിൻ കുര്യാക്കോസ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള ഒരു ജോൺറയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള ജോൺറയിൽപ്പെടുന്ന സിനിമകൾ കാണുന്നുണ്ട് അടുത്ത കാലത്തായിട്ട്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നന്നാവട്ടെ. ടോവിനോ തോമസ് വീണ്ടും പോലീസ് വേഷത്തിലേക്ക്. ഇപ്പോൾ ഒരുപാട് യങ് ആക്ടേഴ്സിൻ്റെ ഇടയിലേ വൺ ഓഫ് ദ പ്രതീക്ഷ നൽകുന്ന നടൻ തന്നെയാണ് ടോവിനോ തോമസ്. എനിവേസ് ഈ ഒരു സിനിമയിൽ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് തിളങ്ങാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് ഒരു രസത്തിന്. എന്തായാലും ഉഷാറാവട്ടെ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്തുക എന്ന് പറയുന്നൊരു ഫാക്ടർ വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ റേഞ്ചിലേക്ക് പടം പോവും. അത് ആ ജോൺറയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ ഒരു സിനിമയ്ക്ക് എന്താ പറയുക, ഈ ട്രെയിലറിൽ കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ രീതിയിൽ തന്നെ സിനിമ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആസ്വദിച്ച് എൻഗേജിങ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അതാണല്ലോ നമുക്ക് ആക്ച്വലി വേണ്ടത്. നമ്മളേതായാലും പൈസ കൊടുത്തിട്ട് ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ നശിക്കാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക. നമുക്ക് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി പറ്റണമെന്നുള്ളതാണല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വിജയിക്കുക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര പ്രയാസം തന്നെയാണ്. ബിക്കോസ് ഒരുപാട് സിനിമകൾ പല തരത്തിലുള്ളത് ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. OTT-യിലൂടെ പ്രേക്ഷകർ പല തരത്തിലുള്ള ജോൺറയിൽപ്പെടുന്ന സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് പുതിയൊരു പടം വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പുതിയതായിട്ടൊന്നും ഇല്ലെങ്കിലും പ്രേക്ഷകർക്ക് അവിടെ എൻഗേജിങ് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സിനിമ അധികം ദിവസങ്ങൾ ഓടുന്നത് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ആക്ച്വലി നിൽക്കുന്നത്. അത് ആരുടെയും തെറ്റല്ല. പക്ഷേ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം സിനിമയുടെ സംവിധായകരാണെങ്കിലും എഴുത്തുകാരാണെന്നുണ്ടെങ്കിലും ഒക്കെ അടുത്തൊരു സിനിമയായിട്ട് വരാൻ. ബിക്കോസ് ഇത് ഭയങ്കര കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ലെവലിലേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും, നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. ആളുകളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആളുകളുടെ തലയിൽ കിടന്ന് കളിക്കുന്ന സംഭവം എന്ന് പറയുന്നത് കറങ്ങി ആൾക്കാർ ഇങ്ങനെ ഓട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത് ഏതിറക്കണം. അങ്ങനെ കുറേ സംവിധായകർ ആക്ച്വലി ഉണ്ട്, എഴുത്തുകാരുണ്ട്. അതേപോലെ തന്നെ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും കാണുന്ന കാര്യത്തിലാണെങ്കിലും വളരെ സെലക്റ്റീവായി തിയേറ്ററിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ടൊക്കെ പോകുന്ന അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി പണ്ടത്തെ പോലെയല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിയേറ്ററിലേക്ക് പോയി സിനിമ കാണാനൊക്കെ അത്ര ആവേശത്തോടെ നിന്നാ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിവ്യൂസ് വരട്ടെ എന്നുള്ളൊരു സാഹചര്യമായി, റിവ്യൂസ് കണ്ടിട്ട് ഭൂരിഭാഗം അഭിപ്രായത്തിനെ ഒക്കെ നോക്കിയിട്ടൊക്കെ പോകുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാന്ന് പറയുമ്പോൾ അത്രയും ഒരു അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ തിയേറ്ററിലേക്ക് ഓടി കഥച്ചിട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു സിനിമ ഞാനിപ്പോൾ ഇത്രയും സംസാരിക്കാൻ കാരണം ഇതിൻ്റെ പുതുമുഖ സംവിധായകനാണ്. അപ്പം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സിനിമ നന്നാവട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് പുതുമുഖ ആൾക്കാർ പലതരത്തിലുള്ള ഡ്രീംസിലായിരിക്കും വരുന്നത്, പലതരത്തിലുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, പാഷനോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സിനിമ ഇറങ്ങി കൂടുതൽ ആളുകളിലേക്ക് എത്തി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഈ പുതുമുഖ സംവിധായകർക്ക് അടുത്തൊരു സിനിമ എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. അതേപോലെ തന്നെ അവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവുക, അവരുടെ പടത്തിൽ അഭിനയിക്കാൻ സ്റ്റാർസ് ആക്ച്വലി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് വരട്ടെ. ദാറ്റ്സ് ഇറ്റ്. ബൈ.